സോഷ്യൽ മീഡിയ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിവാദങ്ങളുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ മരണം പോലും മറ്റു രൂപത്തിലേക്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാ വിഷയങ്ങളെയും അതിൻ്റെ കാലദേശങ്ങൾ മനസ്സിലാക്കാതെ ദോഷം രീതിയിൽ ഇപ്പോൾ ഹമീദ് ബാണുമേലിൻ്റെ മകൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, മുസ്ലിം വിരുദ്ധനാണ് വി എസ്, അതുകൊണ്ട് വി എസിൻ്റെ മരണം നന്നായി, അദ്ദേഹം പോയത് നന്നായി, അതൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ മരണത്തെ ആഘോഷമാക്കരുത്. സ്വാഭാവികമായിട്ട് ഏത് കൂട്ടരായാലും മരിച്ചവരുടെ പാർട്ടിക്കാരായാലും അപ്പോൾ അവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് വലിയ ഗ്രൂപ്പും തർക്കവും ബഹളമൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മരണത്തിൻ്റെ കണക്കിൽ അല്ലെങ്കിൽ മരിക്കുന്നതിൽ നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. മരിക്കുന്ന ആൾ പൊക്കോട്ടെ, കാരണം അവർ ആ ജീവൻ പോയല്ലോ. നല്ലത് പറഞ്ഞില്ലെങ്കിലും ചീത്ത പറയരുത്. പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ പലരുടെയും ഫോൾഡറുകളെന്ന് പറഞ്ഞ് ഫേക്ക് ഐ ഡികളിൽ നിന്ന്, പലതും ഫേക്ക് ഐ ഡികളാണ്, സത്യസന്ധമായ ശരിയായ ഐ ഡികളല്ല. ഫേക്ക് ഐ ഡികളിൽ വെച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധനായി വി എസിനെ ചിത്രീകരിക്കുക, ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കുക, പല രൂപത്തിൽ. രാഷ്ട്രീയമാകുമ്പോൾ പല പ്രസംഗങ്ങളും നടത്തും, പല കാര്യങ്ങളും പല കാലഘട്ടത്തിൽ പറയും. മാധ്യമപ്രവർത്തകർ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് ഒരു വരി മാത്രം, 4 വരി പറഞ്ഞാൽ ഒരു വരി മാത്രം എടുത്ത് കൊടുക്കുന്ന ശൈലിയുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ 2-3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറയുമ്പോഴല്ല സോഷ്യൽ മീഡിയയെ പ്രയോജനപ്പെടുത്തുന്നത്. നമുക്ക് ധാരാളം നല്ല കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ നമുക്കൊരു അനുശോചനം രേഖപ്പെടുത്താം. ഒരാൾ മരിച്ചുപോയാൽ ഒരു RIP, റെസ്റ്റ് ഇൻ പീസ്, അല്ലെങ്കിൽ ഒരു അനുശോചനം, അല്ലെങ്കിൽ ഒരു പ്രണാമം, ഒരു ആദരാഞ്ജലികൾ, അത്രയും ചെയ്യാം നമുക്ക്. അതൊക്കെ ചെയ്യാം, മനുഷ്യരല്ലേ. അതിനപ്പുറം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തർക്കങ്ങളാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും കാര്യങ്ങളും ഇതെല്ലാം വന്നുകൊണ്ടുള്ള പുതിയ ഒരു ശൈലിയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് വിചാരിച്ചിട്ട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം, എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം. എന്തും പറയുവാനും എന്തും ചെയ്യുവാനും എന്തും കഴിക്കുവാനും അവസരമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്, അതിന് സ്വാതന്ത്ര്യമെന്നല്ല പറയാൻ കഴിയുക. മറ്റൊരാളിൻ്റെ ജീവിതത്തിലേക്ക് കയറി, മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കയറി അതിനെയൊക്കെ നഖശികാന്തം എതിർത്ത് ഭാര്യയെ, കുടുംബത്തെ, മക്കളെ അവർ ജീവിച്ചിരുന്നപ്പോഴും ഏതെങ്കിലും ഒരു സംഭവത്തെ എടുത്തുകൊണ്ട് 80 വർഷം 100 വർഷം ജീവിച്ചിരുന്ന ഒരാളിനെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സംഭവം എടുത്തുകൊണ്ട് വന്ന് കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ അത് BJP-ക്കാർ പോലും ചെയ്യാത്ത കാര്യമാണ്. BJP-ഒക്കെ നല്ല മാന്യമായ രീതിയിലാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറും കുമ്മന രാജശേഖരനും S സുരേഷും അടക്കമുള്ള ആളുകളൊക്കെ അവിടെ പോയി, ഒരുപാട് ആളുകൾ പോയി, അവർ റീത്തൊക്കെ സമർപ്പിച്ചു. അപ്പോൾ വേറെ രൂപത്തിലാണ്. അതേസമയം ചില ഫോൾഡറുകളിലാണ് ഇത് കാണുന്നത്. അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും സോഷ്യൽ ഫോൾഡറുകളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ വളരെ മോശമായ രീതിയിലാണ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ മരിച്ചുപോയ ആളിനെ വെറുതെ വിടണം എന്നുള്ളതാണ്, വിവാദങ്ങളിൽ പെടുത്തരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അങ്ങനെ മരിച്ച ആളിനെ കുറിച്ചുള്ള കുഴപ്പങ്ങൾ പറയുന്നത് ഈ സമയത്തുമല്ല. അദ്ദേഹം ഭരണാധികാരി, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ മന്ത്രിയായിരുന്നപ്പോൾ എന്ത് കുഴപ്പം ചെയ്തു, MLA ആയിരുന്നപ്പോൾ എന്ത് കുഴപ്പം ചെയ്തു. വേറൊരു പടം കറങ്ങുന്നുണ്ട് വി എസിൻ്റെ പേരിൽ. അദ്ദേഹം ഒരു അമ്പലത്തിൽ ഷർട്ട് ഇടാതെ കയറി എന്ന് പറഞ്ഞൊരു പടം കറങ്ങുന്നുണ്ട്. ശരിക്കും ആ സംഭവം ഫേക്ക് ന്യൂസാണ്. അദ്ദേഹം അവിടെ അമ്പലത്തിൽ കയറിയത് ഒരു കേസുമായി ബന്ധപ്പെടുത്തി അവിടെ പോവുകയും മലപ്പുറത്ത് പോവുകയും, ആ കേസിൻ്റെ ഭാഗമായി അമ്പലത്തിൽ കയറിയപ്പോൾ, അല്ലാതെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കയറിയതല്ല, കേസിൻ്റെ ഭാഗമായി അമ്പലത്തിൽ കയറിയപ്പോൾ അമ്പലത്തിൽ കയറണമെങ്കിൽ ഷർട്ട് ഊരണം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ആയാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും അകത്തേറെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഷർട്ട് ഊരിയേ കഴിയുള്ളൂ. അങ്ങനെ ഊരിയെന്നാണ്. പക്ഷേ ആ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം അമ്പലത്തിൽ കയറിയപ്പോൾ ഷർട്ട് ഊരി, പിന്നെ അത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ, കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ ട്രോളുന്നു, മറ്റുള്ളവർ ട്രോളും. ഇതൊന്നും ഒരു മാന്യമായ ജീവിത ശൈലിയല്ല, മാന്യമായ രീതിയുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ജെന്റിൽമാൻമാരാകാം, ജെന്റിൽ വിമന്മാരാകാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യരുത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റെസ്ട്രിക്ഷനും ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല പലതും. എങ്കിൽ പോലും അടച്ചാക്ഷേപിക്കുന്ന, മോശപ്പെടുത്തുന്ന, ഒരുപാട് വല്ലാത്ത ഭാഷ ഉപയോഗിച്ച്, പിന്നെ മോജികളൊക്കെ ഇട്ടുകൊണ്ട് വല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഇതിനെ കളിയാക്കുന്നത്. സിമ്പലുകൾ ഇടുക, അതുപോലെ ലാംഗ്വേജുകൾ എഴുതുക, ഡ്യുവൽ ദ്വന്ദ്വ അർത്ഥത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുക, ദ്വന്ദ്വപ്രയോഗം നടത്തുക, ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് മരണത്തോടുള്ള കാര്യം കാണിക്കരുത്. കാര്യം നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും. നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളും കാര്യങ്ങളും ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ അതൊരു സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് മരണത്തെ വെറുതെ വിടുക. ബാക്കി കാലം കഴിഞ്ഞതിന് ശേഷം, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വിമർശിക്കാം, കാലം കഴിഞ്ഞതിന് ശേഷം വിമർശിക്കാം. മരണസമയത്തും അടക്ക സമയത്തുമൊക്കെ, മൃതദേഹം അടക്കുന്നതിന് മുമ്പുമൊക്കെ ഇത്തരം വിവാദങ്ങൾ ആരും കൊണ്ടുവരരുത്. അതൊരു നല്ല ഒരു സാമൂഹ്യ ജീവിതത്തിൽ നല്ലൊരു ക്രമമല്ല.